ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം. നിങ്ങൾ എന്നെ പരീക്ഷിക്കാൻ വന്നതാണോ? ഈ ജാതകങ്ങൾ എന്നേ ചേർന്നിരിക്കുന്നു. ഇവർ തമ്മിലുള്ള കല്യാണം എന്നേ കഴിഞ്ഞു. ഇവരുടെ താലികെട്ടും കല്യാണവും ഒക്കെ കഴിഞ്ഞതാണ് മാഡം. ഇവർ 10-ൽ 10 പൊരുത്തമുള്ള ദമ്പതിമാർ തന്നെ. ജോത്സ്യന്റെ നാവിൽ നിന്നും അസത്യം വരരുത്. ജാതകങ്ങൾ ശരിക്ക് നോക്കിയിട്ട് മറുപടി പറയണം. ശരിയായി നോക്കിയിട്ട് തന്നെയാ മാഡം പറയുന്നത്. ഭാര്യാഭർത്താക്കന്മാരുടെ ജാതകങ്ങൾ കൊണ്ടുവന്നിട്ട് അവരുടെ കല്യാണത്തിന് തടസ്സമാണെന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത്. മാന്യമായിട്ട് സംസാരിക്കണം. ജ്യോതിഷം അറിയില്ലെങ്കിൽ ആ വേഷം കെട്ടരുത്. അപവാദ പ്രചരണമല്ല ജ്യോതിഷം. കോപിക്കണ്ട മാഡം. ജാതകങ്ങൾ വിളിച്ചു പറയുന്ന കാര്യങ്ങളാ ഞാൻ പറഞ്ഞത്. വെച്ചാരാധിക്കുന്ന മൂർത്തികളാണ് സത്യം. ഈ നിലവിളക്കും ഉദിച്ചു നിൽക്കുന്ന ആദിത്യനും സത്യമാണെങ്കിൽ ഈ 2 ജാതകങ്ങളും ഭാര്യാഭർത്താക്കന്മാരുടെ ജാതകങ്ങൾ തന്നെ. ഇത്തരം അസത്യങ്ങൾ ആര് പറഞ്ഞാലും ഞാൻ സഹിക്കില്ല. ഞാൻ അവരെ വെറുതെ വിടുകയുമില്ല. നിങ്ങളൊരു ജോത്സ്യരായിപ്പോയി. മാഡം, എത്ര ക്ഷോഭിച്ചാലും സത്യം സത്യമല്ലാതാകുമോ? നക്ഷത്രയോഗം സൗരമണ്ഡലത്തിന്റെയും പ്രപഞ്ച ജീവനത്തിന്റെയും കണക്കാണ്. ഒരു ഗണിതമാണ്. അതെഴുതിയതും വിധിക്കുന്നതും ചരാചര ശില്പിയായ സർവേശ്വരനാണ്. ആ സർവേശ്വരന്റെ തീരുമാനമാണ് ഈ ജാതകക്കാർ ഒത്തുചേരുക എന്നുള്ളത്. അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു. നക്ഷത്രയോഗത്തെക്കുറിച്ചും നവഗ്രഹ നിലയെക്കുറിച്ചും എനിക്കും നന്നായിട്ട് അറിയാം. ജ്യോതിഷം അറിയുന്നവർക്ക് അത് കണ്ടെത്താനും അറിയാം. നിങ്ങൾക്കത് അറിയില്ല. സ്വയം പബ്ലിസിറ്റി കൊടുത്ത് കച്ചവടം നടത്തുന്ന വ്യാപാര സ്ഥാപനമാണോ ജ്യോതിശാലയം? ദൈവസന്നിധിയിൽ ആത്മാവ് കൊണ്ട് തൊട്ടറിഞ്ഞ് പ്രവചിക്കുന്ന മഹത്തായ പ്രവൃത്തിയാണ് ജ്യോതിഷം. കേട്ടറിഞ്ഞ് ഇവിടെ വന്ന ഞാനാണ് തെറ്റുകാരി. ഞാൻ ആരാണെന്ന് മാഡത്തിന് ഇനിയും മനസ്സിലായിട്ടില്ല. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കും മനസ്സിലായിട്ടില്ല. മാഡം ആരാണെന്ന് ഞാൻ ഇപ്പോൾ പറയാം. സർവേശ്വരിയായ ശിവശക്തി ശ്രീ മഹേശ്വരിയുടെ നാമമാണ് മാഡത്തിൻ്റെത്. ആയിരക്കണക്കിന് പേർക്ക് അന്നമൂട്ടുന്ന തൊഴിൽ ദാതാവ്. പേരും പ്രശസ്തിയും ഏറെയുള്ള മഹതി. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെക്കുറിച്ച് അറിയാത്തവരില്ല ഈ നാട്ടിൽ. അതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് പുതിയ തന്ത്രം എടുക്കുന്നു. ഇത്രയും ആയ സ്ഥിതിക്ക് ഞാൻ ആരാണെന്നും ജ്യോതിഷം എന്താണെന്നും നിങ്ങളെ അറിയിക്കേണ്ടത് എന്റെ കർത്തവ്യമാണ്. ഒരു നിമിഷം. നാളെ സൂര്യോദയം കഴിഞ്ഞ് 8:30 ഞാൻ ഇതിൽ എന്തു കുറിച്ചോ അത് നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും. 8:30 കഴിഞ്ഞേ
ഈ കവർ പൊട്ടിക്കാവൂ. ഞാൻ ഈ കുറിപ്പിൽ എഴുതിയിരിക്കുന്ന സംഭവം നടന്നാൽ ജാതകങ്ങളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അതിനുശേഷം നിങ്ങൾക്ക് എന്നെ മനസ്സിലാകും. നിങ്ങൾ എന്നെ വിളിച്ചിരിക്കും. എന്നെ തേടി വീണ്ടും നിങ്ങൾ ഇവിടെ വരും. ആരാധനാമൂർത്തികൾ നിങ്ങളെ ഇവിടെ എത്തിക്കും. ദാ മറക്കരുത്, നാളെ രാവിലെ 8:30. കാളിയമ്മേ, മഹാമായ ജാതകങ്ങൾ എന്നേ ചേർന്നിരിക്കുന്നു. ഇവരുടെ താലികെട്ടും കല്യാണവും ഒക്കെ കഴിഞ്ഞതാണ് മാഡം. ഇവർ 10-ൽ 10 പൊരുത്തമുള്ള ദമ്പതിമാർ തന്നെ. അഖില ഫോൺ എടുക്കുന്നില്ലല്ലോ ആനന്ദ്. ഫുൾ ബെല്ലടിച്ച് കട്ടായി. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അച്ഛാ. ആ എടുക്കുന്നില്ല. ഇത്ര താമസിക്കുന്നതിന് എന്നെ പോലും കൂട്ടാതെ ഒറ്റയ്ക്കാണ് പോയത്. അഖില ഇത് എവിടെ? ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാച്ചാ. പെട്ടെന്ന് പോണു. ശരി മാഡം. ഫുൾ ബെല്ലടിച്ചു. അമ്മ ഫോൺ എടുക്കുന്നില്ല. എന്തോ ഫോൺ അവോയ്ഡ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഞാൻ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞതാ, വേണ്ടാന്ന് പറഞ്ഞു. ഇതെവിടെ പോയതായിരിക്കും? എനിക്ക് വല്ലാത്ത ടെൻഷനാവും. അച്ഛൻ ടെൻഷൻ ആവാതെ അമ്മ ഇങ്ങി വരും. ഞാൻ ഒന്നുകൂടെ വിളിച്ചു നോക്കാം. ആ
അഖിലേ അഖില എന്താ ഇത്? എന്ത് പറ്റി നിനക്ക്? ഇത്രയ്ക്ക് ദേഷ്യപ്പെടാൻ കാരണം എന്താ? നീ എവിടെ പോയിരുന്നു? അഖിലയുടെ ഈ കോപത്തിന്റെ കാരണക്കാരി ഈ അടുക്കളക്കാരി തന്നെ, സംശയമില്ല. എന്താ ആന്റി പറയുന്നത്? നീ നോക്ക്, അഖിലയുടെ നോട്ടം അടുക്കളക്കാരിയുടെ നേർക്കല്ലേന്ന്. അമ്മേ അമ്മ എന്താ കാര്യമെന്ന് പറ. എന്തിനാ ഇത്ര ദേഷ്യം? അഖില, നിന്റെ പെരുമാറ്റം കേട്ടിട്ട് എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു. എന്താ പ്രശ്നം? നീ എവിടെയാ പോയിരുന്നു? തനതായ പൈതൃകവും പാരമ്പര്യവും കുലമഹിമയുമുള്ള ഈ തൃച്ചംബരത്ത് എന്റെ ദുസ്വപ്നത്തിൽ പോലും കാണാത്ത എന്തോ വലിയൊരു ആപത്ത് വരാൻ പോകുന്നു. ജോൽസിന്റെ പ്രവചനം. അത് സത്യമാണോ അസത്യമാണോ എന്ന് എനിക്ക് തിരിച്ചറിയണമെന്നുണ്ട്. എന്താ അമ്മ ഈ പറയുന്നത്? എന്താ ആപത്ത്? പറയ. പറയാം. ഞാനിപ്പോ ജോത്സ്യരെ കണ്ടു. അദ്ദേഹം പറഞ്ഞ പ്രവചനം സത്യമാണോ എന്ന് എനിക്ക് തിരിച്ചറിയണം. അദ്ദേഹം എന്ത് പറഞ്ഞേ? പറയാം. ഈ ജാതകങ്ങൾ എന്നേ ചേർന്നിരിക്കുന്നു. ഇവർ തമ്മിലുള്ള കല്യാണം എന്നേ കഴിഞ്ഞു. ദൈവം ഉണ്ടെന്ന് ഇപ്പം മനസ്സിലായില്ലേ ഗംഗേ? എത്ര നാളായി ഞാൻ ഇങ്ങനെ ഒരു അവസരത്തിന് കാത്തിരിക്കുകയാണെന്ന് അറിയോ നിനക്ക്? നാളെ രാവിലെ 8:30 ആ ജോത്സ്യൻ കുറിപ്പിൽ എഴുതിയതുപോലെ ഇവിടെ സംഭവിച്ച അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് തെളിഞ്ഞാൽ അയ്യോ ചേച്ചി, അത് സത്യമാണെന്ന് തെളിഞ്ഞ ചേച്ചി ഇനി കല്യാണിയെ വെടിവെച്ചുവല്ലോ. ആ സമയത്ത് എന്റെ മനസ്സിന് അതാണ് ശരിയെന്ന് തോന്നിയാൽ അത് ചെയ്യാനും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി മടിക്കില്ല. തെറ്റ് ചെയ്തവരാരായാലും അവരുടെ മരണസമയം അടുത്തെന്ന് കരുതിക്കൂ.
നാളെ സൂര്യോദയം കഴിഞ്ഞ് 8:30 ഞാൻ ഇതിൽ എന്തു കുറിച്ചോ അത് നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും. 8:30 കഴിഞ്ഞേ ഈ കവർ പൊട്ടിക്കാവൂ. ഞാൻ ഈ കുറിപ്പിൽ എഴുതിയിരിക്കുന്ന സംഭവം നടന്നാൽ ജാതകങ്ങളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. കൊള്ളാലോ. അഖിലാണ്ടേശ്വരി വിശ്വാസിയല്ല, അന്ധവിശ്വാസിയാ. ഏത് ജോത്സനെയും അന്ധമായെന്ന് വിശ്വസിച്ചോളും. ആ ജോത്സ്യൻ പറഞ്ഞതിനെ കുറിച്ച് ആന്റി എന്താ പറയുന്നത്? അതിൽ വല്ല സത്യം ഉണ്ടാവൂ? ഏത്? ആ ജോത്സ്യൻ ആ 2 ജാതകങ്ങൾക്ക് നേരത്തെ കല്യാണം നടന്നാണെന്ന് പറഞ്ഞതിനെ പറ്റിയാണോ? അതെ ആന്റി. ജോത്സ്യൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ജയന്തി പറഞ്ഞതും 100% ശരിയായിരിക്കും. ആ ജയന്തി പല പ്രാവശ്യം വന്ന് പറഞ്ഞതാ കല്യാണിയുടെ കഴുത്തിൽ താലി കണ്ടെന്നും അവളുടെ സിന്ദൂര രേഖയിൽ കുങ്കുമം കണ്ടെന്നും ഒക്കെ. എന്തിന് ആ മോതിരത്തിൽ വരെ ആനന്ദെന്ന് എഴുതിയിരിക്കുന്നെന്നും അവള് പറഞ്ഞു. അന്നൊക്കെ അവളെ ശകാരിച്ചു വിട്ടെങ്കിലും ഇപ്പൊ അതൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. നീ ടെൻഷൻ ആവാതെ. ആ ജോത്സ്യൻ പറഞ്ഞത് സത്യമാണോന്ന് നാളെ അറിയാലോ. ആന്റി, ആ ജോത്സ്യൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇത്രയും നാള് നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ വെള്ളത്തിൽ വരച്ച വരകളായി മാറും. എന്ത് വെള്ളം, എന്ത് വര? വെള്ളത്തിൽ വരച്ച വര പോലെ മായാൻ പോകുന്നത് ആ അടുക്കളക്കാരിയുടെ തലവരയാ. അഖിലയെ പറ്റിച്ച ആനന്ദ് കല്യാണിയെ താലി കെട്ടിയെന്നറിഞ്ഞ അടുക്കളക്കാരിയുടെ കഥ അവിടെ തീരും. നാളെ 8:30 ഏതായാലും ജോത്സ്യൻ എഴുതി വെച്ച കുറിപ്പ് അഖില വായിക്കും. അത് ശരിയാണെങ്കിൽ കല്യാണി പിന്നെ ജീവനോടുണ്ടാവില്ല. ഇനി അതല്ല, അത് അസത്യമായി ഭവിച്ചാലും പിന്നീട് ആനന്ദിനെ ആ അടുക്കളക്കാരിയെ കെട്ടണോന്ന് പറഞ്ഞ അഖിലയുടെ മുന്നിൽ പോകാനും ആവില്ല. ഫലത്തിൽ നിന്റെ റൂട്ട് സുഗമമായി എന്നർത്ഥം. ആന്റി, അതെ, എങ്ങനെ വന്നാലും ഇത് നമുക്ക് അനുകൂലമായിട്ടേ സംഭവിക്കൂ. അല്ലെങ്കിൽ ഞാനത് അങ്ങനെയാക്കി മാറ്റും. സമാധാനമായിട്ട് ചെല്ല്. ചെല്ല്. ശരി ആന്റി.